ഹായ് നമസ്കാരം. ഇന്നേ നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. ആ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ജോലി സംബന്ധമായിട്ടാണ് കേട്ടോ നമ്മുടെ യാത്രകളെല്ലാം വരുന്നത്. അതിനകത്ത് നല്ല നല്ല കാഴ്ചകളെടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ ആക്കി ഇടുന്നതാണ്. അല്ലാതെ നമ്മൾ എന്നും ഇങ്ങനെ വെറുതെ കറങ്ങാൻ പോകുന്നതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ജോലിയുടെ ആവശ്യമായിട്ട് പോകുമ്പോൾ ഞങ്ങളും കൂടെ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു ഗ്രാമപ്രദേശമൊക്കെ കാണാം, അവിടെ ആയിട്ട് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇന്ന് മോൾക്ക് സ്കൂളിൽ പോകണ്ട, നമ്മളിവിടെ വരുന്നോന്ന് ചോദിച്ചു. ഞങ്ങളും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ പൊതി എടുക്കുന്നുണ്ട്. ചോറൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഒന്ന് പൊതിയണം. അപ്പോൾ അത് പൊതിയുന്നത് ഞാൻ കാണിക്കാം. കുറച്ച് ദൂരമുണ്ട്, ഒരു 1.5 മണിക്കൂർ ഇരിക്കണം. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി ആ സ്ഥലങ്ങളിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഏട്ടനൊരു വട്ടം പോയിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഇനി ചോറ് പൊതിയുന്ന കണ്ടാലോ? അപ്പോഴേ വലിയ ഐറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ചമ്മന്തി, കുറച്ച് ഉണങ്ങിയ മാങ്ങ, അച്ചാർ, പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ട് ഒരു മെഴുക്ക് വരട്ടി, പിന്നെ മുട്ടയപ്പം. ഇത്രയേ ഉള്ളൂ. ഇത്രയും തന്നെ ധാരാളം ഇല്ലയോ? ഇതൊക്കെ മതി. ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞെന്നുള്ള ശീലം എനിക്കില്ല കേട്ടോ. എനിക്ക് അത്ര വാക്കല്ല. കാരണം ഞാനേ നാട്ടിലൊന്നും വെച്ച് അങ്ങനെ ഇലയിലൊന്നും പൊതിയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ തട്ടത്തിലായിരുന്നു കേട്ടോ ചോറ് കൊണ്ടുപോകുന്നത്. ഏട്ടൻ്റെ കുറച്ച് ഡ്രോയിങ് ഷീറ്റുകളാണ് ഓഫീസിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറല്ല. പൊതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പറക്കി കെട്ടിയെടുത്ത് ഇനി പോവുകയാണ് കേട്ടോ. ഇനി പോകുന്ന കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അങ്ങോട്ട് എവിടെ ആ കാണുന്ന സ്ഥലം നമ്മൾ വന്ന ഭാഗം നേരെ പോയാലോ? അപ്പുറത്ത് ഈ വലത്ത് സൈഡില് ഇനിയിപ്പോ അങ്ങോട്ട് നിസ്സയല്ലേ? ആ വണ്ടിയിൽ ഒട്ടകം ഇരിക്കുന്നുണ്ടോടാ? അല്ലടാ, അതാണടാ ഒട്ടകം. അയ്യോ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ചിക്കുന്നോ? തണലുള്ള പാർക്കിന്റെ അവിടെ വെച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചൂടുണ്ട് കേട്ടോ. എവിടെ ഇരുന്ന് കഴിക്കുമ്പോഴേ അല്ലേ? ഫോൺ തരാക്കൂലോ? പഴയ ഹുവായി അമ്മയ്ക്ക് വേണം. ഫോണ് കായോ ഇല്ല. ഇല്ല 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 ഇല്ല. പാട്ട് അച്ഛൻ ഇതിനകത്തിടും. ഇല്ല ഇല്ല. അവിടെ ആരാട്ടയൊക്കെ വിളിച്ച് എന്നിട്ട് മുടിയെല്ലാം വലിച്ചു കുറച്ച് അവക്ക് ദേഷ്യം വരുന്നു, കരച്ചില് വരുന്നു. അങ്ങനെ ആരാണ്ടയൊക്കെ വിളിച്ചു വരുത്തി എങ്ങനെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ വഴി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് എന്തായാലും ഒമാനിലെ കുതിര. ഒരു ബീച്ചില് വലിയൊരു തിമിംഗലത്തില് 58 ടണ്ണോ എന്തിനാ അത്? ചത്തോ? ചത്തടിച്ചു. പാട്ടെന്തോ ഇതോളതിനകത്ത് ഡൗൺലോഡ് ചെയ്തോ? അവള് പാട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചോട്ട് മോനെ അതിനകത്ത്. നോക്കി അവിടെ നോക്കിയിട്ട് അത് സ്റ്റെപ്പ് പോലെ മേളിലോട്ട്. അതെ ഇതോടെ മാർബിൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മലയുടെ മണ്ടേന്ന് കണ്ടോ. നമുക്ക് ഈ കടയിൽ നിന്ന് വെള്ളം മേടിക്കാൻ കുടിക്കാൻ ആ പാർക്കിൽ പോയി നമുക്ക് അവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെയൊക്കെ ഉള്ളവർ വന്നിരുന്ന് റോഡിക്കിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആൾക്കാരെല്ലാം പാട്ട് വേണ്ട, അവരൊക്കെ ദാണ്ട പുറത്ത് കൊണ്ടുവച്ച് കഴിക്കുന്നു. അടച്ചേക്കും ഇല്ല കേട്ടോ. അല്ല ദാണ്ട് തുറന്ന് കിടക്കുന്നു കേട്ടോ. തൈര് മേടിച്ച് നമ്മള് കേട്ടോ. തൈര് നമുക്ക് എപ്പോഴും വേണം. തൈരും ഉപ്പും മേടിച്ച്. ഇതെവിടെയും പൊതി, കൈ കഴുകാനുള്ള വെള്ളം, ഗ്ലാസ്, തണുപ്പ്, പായൊക്കെ വാരി കെട്ടിക്കൊണ്ട് വരുന്ന കണ്ടോ. അവ എന്തിയുടെ ദൈവമേ. ആ കിളിയൊന്നും ഇല്ല. എടേ ഇവന് ആഹാരം കഴിക്കും ഈ വണ്ടി എടുത്താ. വീട്ടിൽ വരുന്നണ്ടോ അവൻ. ഈ വണ്ടി ഇല്ലാതെ അവൻ എങ്ങോട്ടും ഇല്ലൊരു യാത്ര. വീട്ടിൽ ഇന്ന കോലത്തിൽ ഇറങ്ങി വന്നാണ് കൊണ്ട്. ഇതേ വണ്ടിയും കൊണ്ടുവരുന്ന അതിന് ഇടയ്ക്ക് കൊണ്ടുവെക്കാൻ. അമ്പാടി കഴിക്കാൻ വരുന്നില്ലേ? എന്തിവിടെ കിടന്ന് ഉറങ്ങാൻ പോന്നോ?
ഏട്ടാ കഴുകുന്ന വെള്ളം ഏതാ നോക്കിയാന്ന് എടുത്തേ? അമ്പാടിയുടെ കൈയൊന്ന് ഒഴിക്കോ? ആ കാറ് പാർക്ക് ചെയ്ത്. അല്ല ഈ തട്ട എന്റെയാണേ. എനിക്ക് ഞാൻ തട്ടത്തിലായിരുന്നു പണ്ട് സ്കൂളിൽ ചോറ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തട്ടത്തിനകത്ത് ടേസ്റ്റ് വേണം. അതുകൊണ്ട് പൊതിയെടുത്ത് കൊടുക്കേട്ടാ. ആ ഫോയിൽ പേപ്പർ പിന്നെ എന്തിനേലും എടുക്കാന്ന് കരുതി. കാലിന് മണ്ണ് പറ്റുന്നുണ്ട് ശരിക്കും പായ്ക്കകത്ത് കേട്ടോ. ഇതൊരു അങ്ങോട്ട് ഇളക്കുക. അമ്പടിച്ച തൈര് വേണ്ടേ? എന്തി എടുത്ത് തുറക്ക്. തുറക്കേട്ടാ. ഒരെണ്ണം എടുത്താൽ മതി, ഒരെണ്ണം അവര് തിന്നോളും. ഇനി എന്റെ പൊതി കഴിക്കട്ടെ. സ്പൂൺ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പൊ എന്റെ പൊതി ഇങ്ങനെയുണ്ടോ നോക്കട്ടെ. കണ്ടടേ കഴിച്ചോടി ഒന്നി. ഇഷ്ടായോടി? പണ്ടേ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴേ ഇങ്ങനെ തട്ടത്തിനകത്ത് എനിക്ക് തട്ടത്തിൽ കൊണ്ടുപോകുന്നത് ഞാൻ തട്ടത്തിലായിരുന്നു സ്കൂളിൽ. എനിക്കുള്ള അവിടെ വീടിന്റെ അടുത്തല്ല എപ്പോഴും സൗകര്യത്തിന് കിട്ടത്തില്ലായിരുന്നു. ഞങ്ങക്ക് വയലൊക്കെ കുറച്ച് താഴെയായിട്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും തട്ടാവുമ്പോ റിച്ചല്ല. ഇനിയിപ്പോ നമുക്ക് കഴിക്കാം. എന്ത് നല്ല ശാന്തമായ. നമ്മള് അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, 2 പേർക്ക് വേണ്ടേ? അത് പിന്നെ പണ്ടേ ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ ഞങ്ങൾക്ക് എന്നും തൈര് തന്നുവിടുമായിരുന്നു ഒരു ടിന്നിനകത്ത്. തൈരോ? ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. മോളെ ഈ തൈര് അച്ഛനെങ്കിൽ എടുത്തു കൊടുത്തേ. അതുകൊണ്ട് തൈര് കൂട്ടി കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഉണ്ടാ ക്ഷീണം തെണ്ടിക്ക്. പോടാ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. പായൊക്കെ എടുക്കണ്ടേ? വേറെ കളിക്കുന്ന സ്ഥലത്ത് പോവാം. നല്ല രീതിക്ക് പാക്കിലും ഉണ്ട് അകത്തും ഉണ്ട്. കണ്ണിക്കൊള്ളും കണ്ണന്റെ. തണുപ്പുണ്ടല്ലേ ചെറുതായിട്ട്. വെയിലുള്ളിടത്തോട്ട് നിന്നാൽ മാത്രമേ നമുക്കൊരു ചൂട് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ പാർക്കിൽ ശരിക്കും ആൾക്കാർ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഉള്ളവരെ എല്ലാരും നമ്മളെ കണ്ടാ ചിരിക്കുകയും സഹകരിക്കുകയും. ഇനി അച്ഛൻ മിണ്ടൂല. അത് പിന്നെ നമ്മുടെ മലയാളിയൊക്കെയുള്ള ഒരു ചൂട് പൊറോട്ട വാഴയിലേക്കകത്തോട്ട് വെച്ചിട്ട് കുറച്ച് ബീഫ് തേങ്ങ അതിന്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് അതങ്ങോട്ട് പിച്ചിയ അല്ല ഒന്ന് ആവി ഏറ്റിട്ട് കഴിക്കുക. ഒന്ന് തുറന്നിട്ട് തട്ടത്തി മറയത്തി പറഞ്ഞല്ലേ. ഞാനിത് ഒരു വട്ടം വീഡിയോ ചെയ്തായിരുന്നടി. ഇനി നമുക്ക് ഒരു വട്ടം ചെയ്യണം. എനിക്ക് ആരെയും ഇച്ചിരി പൊറോട്ടയും ബീഫും കിഴിയായിട്ട് മേടിച്ചു കടയിൽ നിന്ന് മേടിക്കുന്നതിനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴല്ലേ ടേസ്റ്റ്. നീ അതിന്റെ മറുപടി പറഞ്ഞേ. കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി വീട്ടിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ്. എനിക്കതാണ് ഇഷ്ടം. അടുത്ത മേച്ചിൽപ്പുറം തേടി പോവുകയാണ്. അപ്പോ ഈ പാർക്കിനോട് വിട പറയുന്നത് അത് നല്ല വെള്ളം. അത് കുടിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും കേട്ടാ. മറ്റേത് കൈ കഴുകാനായിട്ട് കൊണ്ടുവന്ന്. ആ ഗ്ലാസ്സിൽ ഒഴിച്ചു ചെറുതായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തെങ്കിലോ. ചൂടുണ്ടേ നല്ല ചൂടാണ് കേട്ടോ. പ്ലാസ്റ്റിക്കില് അല്ല അത് അതിന്റെ അടപ്പതിനുണ്ട്. അടക്കേട്ട് അടച്ചു വെക്കുന്നത്, എനിക്ക് വണ്ടി വീഴും. മധുരം വേണ്ടേ? കയ്പാണ്.
മധുരമില്ല മോനെ. കുടിച്ചു നോക്ക് പയ്യെ കുടിച്ചു നോക്ക്. അടിപൊളി കയ്പൻ ചായ അല്ലേ? പഞ്ചസാര ഇട്ടിട്ട് തരാടാ. പിടിച്ചേട്ടാ അവനെ. ഞാൻ പഞ്ചസാര എടുത്തിട്ട് കൊടുക്കട്ടെ. പുക പോകുന്നത് ആ സ്പൂണ് ബാക്കിലായി പോയി. അന്ന് കൈയിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. സ്പൂണില്ലെങ്കിൽ കൈതാൻ സ്പൂണ് ബാക്കിൽ നിന്ന് എടുക്കാറ്. എന്താ സ്വന്തമായിട്ട് ഈ ചൊല്ലുകൾ ഉണ്ടാക്കുകയാണോ? എടാ പഞ്ചസാര വേണ്ടിടാ. അലിഞ്ഞു കാണത്തില്ല നീ. ചീവീടിന്റെ ഒക്കെ കഥകള് പറയുമായിരുന്നു.